ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ചാനൽ അങ്ങനെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ കുറച്ച് വീഡിയോസിൻ്റെ ഐഡിയാസ് എനിക്ക് വന്നായിരുന്നു. പക്ഷേ അത് വെറുതെ ഇങ്ങനെ കാർഡ് പോലെ കുറേ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. യൂസ്ഫുൾ കണ്ടൻസുള്ള വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു യൂസ്ഫുൾ കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കോഡിങ് എങ്ങനെ പഠിക്കാം എന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം എന്നാലും ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. എങ്ങനെ നമുക്ക് കോഡിങ് പഠിക്കാം. അപ്പം അതിനൊരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പഠിപ്പിക്കുന്നത്. ഒരു കിഡിലൻ ആപ്ലിക്കേഷൻ. ഓക്കെ, ആപ്ലിക്കേഷൻ്റെ പേര് മിമോ എന്നാണ്. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ജിമെയിൽ ഐ ഡി എല്ലാം ചോദിക്കും. ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഒരു ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ ഇതിനകത്ത് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് പല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ പല ലെവൽസ് ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ 2 ലെവൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഓരോ ലെവൽ കഴിയുമ്പോൾ ഓരോ പ്രൊജക്റ്റ് ഉണ്ട്. ഓരോ 4 ലെവൽസ് കഴിയുമ്പോൾ ഓരോ പ്രൊജക്റ്റ് ഉണ്ട്. 5th ലെവലിൽ അങ്ങനെ ഇവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അത് ലോക്ക്ഡാണ്. അത് ഫിനിഷ് ചെയ്തെങ്കിലേ നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ ഇവിടെയുള്ള കുറേ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ കണ്ടോ, ഇവിടെ കോഡ് ഫോർ ആൻഡ്രോയിഡ് ആപ്സിന് കോട്ട്ലിൻ എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് ആൻഡ്രോയിഡ് ആപ്സ് നിർമ്മിക്കാനുള്ളൊരു കോഡിംഗ് സോഫ്റ്റ്വെയർ ആണ്. പിന്നെ പ്രോഗ്രാമിംഗ് ഫോർ ഗെയിംസിന് വേണ്ടി പ്രോഗ്രാമിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പല ഓപ്ഷൻ ഉണ്ട് ഇതിൽ. പ്രോഗ്രാമിംഗ് ഇപ്പം കാണിച്ചു തരാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് ഇഷ്ടമുള്ളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യാം. C++ ഉണ്ട്, C# ഉണ്ട്, അതേപോലെ കോട്ട്ലിൻ ഉണ്ട്, പൈത്തൺ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എന്നൊന്ന് നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ പൈത്തണും സെർച്ച് ചെയ്യാം. ഉണ്ടോ, അവിടെ പൈത്തൺ മാത്രമല്ല, ഓട്ടോമേറ്റ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. അത് പൈത്തണിൻ്റെ ഇതാണ് ഫസ്റ്റ് ലെവൽ ആൻഡ് ദ സെക്കൻഡ് ലെവലിലാണ് ഈ ഓട്ടോമേറ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി അപ്ഗ്രേഡഡ് ആണ്. അതായത് കുറച്ചും കൂടി ഇൻ്റർമീഡിയറ്റ് ആയുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയ ഒരാൾക്ക് ചെയ്യാവുന്നൊരു സോഫ്റ്റ്വെയറുള്ള ഒരു ലെവലാണത്. പിന്നെ ഉള്ളത് ബിക്കം എ ഹാക്കർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതുണ്ട്, കോഴ്സുണ്ട്. ഇതിൽ പല കോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പൈത്തൺ ഓട്ടോമേറ്റഡ് ടാസ്ക് അല്ലെങ്കിൽ പൈത്തണിൻ്റെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡിൽ എന്താണെന്ന് നോക്കാം. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് പറയുമ്പോൾ അവർ ആദ്യം തന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് ഇത് കാണിക്കും. അതെല്ലാം ഒന്ന് സ്കിപ്പ് ചെയ്ത് വിട്ടിട്ട് ഇവിടെ കണ്ടോ, ഇവിടെ എല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് പോവുക. ഓക്കെ, ഇവിടെ നേരത്തെ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം അവർ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിന് പ്രിൻ്റ് എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, പ്രിൻ്റ് ഹലോ വേൾഡ് എന്നടിക്കുമ്പോൾ ഹലോ വേൾഡ് വരും. അതാണ് അവിടെ ജാവാസ്ക്രിപ്റ്റിൽ അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ബേസിക്സ് ഒക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോവാം. ഓക്കെ, ഇനി എങ്ങനെ അത് പ്രിൻ്റ് വേൾഡ് അത് ഫുള്ളായിട്ട് നമ്മളോടൊന്ന് ടൈപ്പ് ചെയ്യാൻ പറയുകയാണ്. ഓക്കെ, ആ ലെവൽ നമ്മൾ സക്സസ് ആയിട്ട് കഴിഞ്ഞു ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് പോവാം. ഇതെങ്ങനെയാണ് ഈ ലൈൻ വരേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് അത് ചെയ്യണം. ഓക്കെ, ഔട്ട്പുട്ട് 1 2 3 കണ്ടോ, പ്രിൻ്റ് 1 2 3 പ്രിൻ്റ് 1 പ്രിൻ്റ് 2 പ്രിൻ്റ് 3 എന്ന് അടിക്കുമ്പോൾ പ്രിൻ്റ് 1 2 3 ആണ്. പ്രിൻ്റ് എന്നല്ല, ഔട്ട്പുട്ട് 1 2 3 ആയിട്ട് വരുന്നത്. ഇവിടെ പ്രിൻ്റ് കൊടുക്കാം. ഇവിടെ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പ്രിൻ്റാണ് കൊടുക്കേണ്ടത്. കാരണം ഉണ്ടോ, അപ്പോൾ എങ്ങനെയാണ് വന്നേ, പ്രിൻ്റ് വെൽക്കം എന്ന് പറഞ്ഞിട്ട് അവരുടെ മുകളിൽ കാര്യം പറയുന്നുണ്ട്. വിത്ത് ദാറ്റ് വി ക്യാൻ ഓൾറെഡി ബിൽഡ് സം പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ്. സോറി, എൻ്റെ ട്രൈപോഡ് കുറച്ച് ഷെയ്ക്കാണ്. ഓക്കെ, കണ്ടിന്യൂ അടിക്കാം.
ആണോ? ഇങ്ങനെ പല പല ഇതുണ്ട് വിമോല്. ഞാൻ ആപ്പിൻ്റെ ക്രാക്ക് വേർഷനും എനേബിൾ ആണ്, അതേപോലെ തന്നെ അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഉണ്ട്. ഒറിജിനൽ വേർഷന് നിങ്ങൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് ക്രാക്ക് വേർഷനാണ്. അപ്പം അതിൻ്റെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഏതായാലും ആഡ് ചെയ്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. പിന്നെ ഏണേഴ്സ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല ഓപ്ഷൻ ഉണ്ട്. ഇത് മേക്ക് എ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ ബേസിക്കായിട്ട് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ HTML ആണ്. HTML ഉപയോഗിച്ച് എങ്ങനെ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ എന്താണ് കൊടുക്കേണ്ടതെന്നാണ് അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് ടാപ്പ് ഓൺ ടു വെബ്സൈറ്റ്. അപ്പോൾ കണ്ടോ, ഈ index.html ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ ബ്രൗസറിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളിത് സോറി അത് ഓക്കെ NDR ടെക് എന്ന് കൊടുത്തെങ്കിൽ NDR ടെക് എന്ന് തന്നെ ഔട്ട്പുട്ട് വരും. ഔട്ട്പുട്ട് വരുന്നത് നോക്കിക്കോ നിങ്ങൾ, NDR ടെക് എന്നാണ്. അതാണ് HTMLൻ്റെ പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ് പോവാം. ഓക്കെ, അത്രയൊക്കെയാണ് ഇതിൽ ബേസിക്കായിട്ട് പറയുന്നത്. അപ്പം സൈബർ സെക്യൂരിറ്റീനെ കുറിച്ചുണ്ട്, അങ്ങനെ ബ്രൗസർ ട്രാക്കിംഗ്, അണ്ടർസ്റ്റാൻഡിങ് മെഷീൻ ലേണിംഗ്. ഇതൊരു മെഷീനിലേക്ക് നമ്മൾ കൊടുക്കുന്നൊരു ഇൻപുട്ടാണ്, അത് ലേണിങ്. അതാണ് കുറേ അങ്ങനത്തെ ട്രെൻഡിങ് കോഴ്സസ് ഉണ്ട്. അപ്പം പല പല കോഴ്സസ് ഉണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമല്ലോ, കോഡിങ് എല്ലാം ഒന്ന് പഠിച്ച് കളഞ്ഞേക്കാം. അപ്പോൾ ജസ്റ്റ് ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ദ ലൈക്ക് ബട്ടൺ. ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗായ്സ്.